ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് വയനാട്ടിലേക്ക് ട്രിപ്പ് പോയ ഒരു വ്ളോഗായിട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 10:30 കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. രാവിലെ 10:30 കഴിഞ്ഞ് നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ടാണ് ഇറങ്ങിയത്. ഞങ്ങളുടെ കൂടെ അസിബാക്കാൻ്റെ ഫ്രണ്ടും വൈഫും കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. ഒരു ആൺകുട്ടിയും, മൂത്തത് ഒരു ആൺകുട്ടിയാണ്, പിന്നെ ഒരു പെൺകുട്ടിയായിരുന്നു. മൂത്താൾക്ക് 7 വയസ്സും രണ്ടാമത്തെ ആൾക്ക് 2.5 വയസ്സും. പിന്നെ ഞങ്ങളെ കുട്ടി ഉണ്ടായിരുന്നു. ഞങ്ങളെ കുഞ്ഞിന് ഇപ്പോൾ 1 വയസ്സും 8 മാസമായി. ഞങ്ങൾ അങ്ങനെ 2 ഫാമിലി ആയിട്ടാണ് പോയത്. ഒരു ചായ കുടിച്ചിട്ടാണ് പോയത്. പിന്നെ ഞങ്ങൾ കുറച്ച് ലേറ്റായിരുന്നു, പറഞ്ഞ ടൈമിനല്ല പോയത്. ഞങ്ങൾ കൃത്യം 10 മണിക്ക് പോകണം എന്നാണ് വിചാരിച്ചിരുന്നത്. പിന്നെ കുറച്ച് ലേറ്റായിപ്പോയി. അങ്ങനെ ഞങ്ങൾ പുറപ്പെട്ട് ഞങ്ങൾ റിസോർട്ട് ആദ്യം ബുക്ക് ചെയ്തിട്ടാണ് പോയത്. 2 മണിക്ക് റൂമിലെത്താവുന്ന രീതിയിൽ അവിടെ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ ഒരു 2 മണി കഴിഞ്ഞ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ടൈമിലാകുമ്പോഴത്തേനും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയി പുറപ്പെട്ടൊരു 1:30 ഒക്കെ ആയപ്പം വയനാട് ചുരം കയറുന്ന മുന്നേ വൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ടാണ് നമ്മൾ നേരെ പോയത്. കാരണം ചുരം കയറി വരുമ്പോൾ വിശക്കുമല്ലോ, നേരെ ഫുഡ് കഴിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചത്. പിന്നെ കുട്ടികളൊക്കെ ഉള്ള എല്ലാവർക്കും വിശക്കും ചെയ്യും. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ പോയി. പിന്നെ നമ്മൾ എവിടെ നിർത്തിയില്ല, നേരെ റിസോർട്ട് കാണാൻ നേരെ പോയത്. നമ്മൾ പോകുമ്പോൾ എടുത്ത കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. ഇങ്ങനെ നമ്മൾ ചുരം കയറാനുള്ള കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെ അതിലുണ്ട്, ആഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. പിന്നെ ചുരം കയറുന്നതിൻ്റെ കുറച്ച് വിഷ്വൽസ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ വയനാടെത്തിയല്ലേ ഫസ്റ്റ് ഗാന്ധി ഗ്രാമം എന്ന് പറയാം ആ ബോർഡ് ഒന്ന് ശ്രദ്ധിക്കും കേട്ടോ. എപ്പോഴായാലും എപ്പോൾ വന്നാലും അങ്ങനെയാണ്, ആ ഒരു ബോർഡ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും. അങ്ങനെ നമ്മൾ വയനാട് എത്തിയിട്ടുണ്ട്. ഇനി നേരെ നമ്മൾ റിസോർട്ടിലേക്കാണ് കേട്ടോ പോണത്. റിസോർട്ടിലേക്കുള്ള വഴിയാണിത്. ഇവിടെ നേരെ ഒരു 100 മീറ്ററും കൂടെ ഉണ്ടായിരുന്നു ഇവിടെ കേട്ടോ. അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട്, റിസോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. റിസോർട്ടിലെത്തിയതിന് ശേഷം കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നമ്മൾ നേരെ ചൂരൽമലയിലേക്ക് പോകണം.
അന്ന് അപകടം നടന്നിരുന്നു. വയനാട് ലാൻഡ് സ്ലൈഡ് അപകടം നടന്നിരുന്നു. ചൂരൽമല എന്ന സ്ഥലത്തേക്കാണ് നമ്മൾ നേരെ പോകുന്നത്. അപകടം കഴിഞ്ഞിട്ടിപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ജൂലൈയിൽ 2024 ജൂലൈയിലല്ലേ സംഭവം നടന്നിരുന്നത്. അതൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോൾ ഒരു മനസ്സിലൊരു വിങ്ങലാണ്. കാരണം എത്ര ആൾക്കാരാണ് മരണപ്പെട്ടതും, എത്ര ആൾക്കാർ വീട് പോയി. ഇനിയും ആ മണ്ണിനടിയിൽ ഇനിയും 37 ആൾക്കാർ ഇനിയും അതിൻ്റെ അടിയിലുണ്ട്, കിട്ടിയിട്ടില്ല. ആ സ്ഥലം കാണുമ്പോൾ ഒരു എന്താ പറയുക, ഭയങ്കര ഒരു സങ്കടം ഫീൽ ചെയ്യും കാണുമ്പോൾ. അവിടുത്തെ വീട് പോയി, സ്കൂൾ പോയി, അവിടെ ഒരു പുഴ തടാകം ഉണ്ടായിരുന്നു, അത് പോയി. പിന്നെ ഒരുപാട് സംഭവങ്ങൾ പോയിട്ടുണ്ടാവും. അവിടുത്തെ വലിയ മല ഇനിയും ഇടിഞ്ഞ് വീഴാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. എന്താ പറയുക, ഇനിയും ഫുള്ളായിട്ട് ഇടിഞ്ഞ് പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആൾക്കാർ ഇപ്പോഴും ഒരു ഭീതിയോടെയാണ് കഴിയുന്നത്. അവരോട് പെട്ടെന്ന് തന്നെ മാറി നിൽക്കാൻ പറഞ്ഞിരിക്കണം. അതായത് ആ സ്ഥലത്തുനിന്ന് മാറിപ്പോകാൻ പറഞ്ഞിരിക്കണം. കാരണം ഇനി ഇടിഞ്ഞ് വീഴാൻ സാധ്യത ഉണ്ടായതുകൊണ്ട് മാറി പോകാനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇപ്പം ഈ അടുത്തായിട്ടാണ് ഇവിടെ തുറന്നത് തന്നെ. ഇപ്പോൾ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഓപ്പൺ ആയിട്ടുണ്ട്. അവിടെയുള്ള ഗ്ലാസ് ബ്രിഡ്ജ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ആ ഭാഗത്ത് ആൾക്കാർ വരുന്നുണ്ട്. അവിടുന്ന് കുറച്ച് പോയാൽ മതി. ഗ്ലാസ് ബ്രിഡ്ജിക്ക് ഒരു 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ഒറ്റേ ഉണ്ടാവുള്ളൂ. പിന്നെ എന്താണ്, അവിടെ ഇപ്പോൾ എന്താ പറയുക, ചെറിയ ചെറിയ കടകളൊക്കെ വന്നിട്ടുണ്ട്. എന്താ പറയുക, ഉപ്പിലിട്ടത്, ഐസ്ക്രീം, അങ്ങനത്തെ ചെറിയ ചെറിയ കടകളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അവിടുന്ന് കുറച്ച് പോയാൽ മതി ഗ്ലാസ് ബ്രിഡ്ജ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഓപ്പൺ ആയത്. പിന്നെ അവിടുത്തെ ആളുകളോട് സംസാരിച്ചപ്പോൾ കിട്ടിയ വിവരങ്ങളാണ് ഇപ്പോൾ എന്താണ് കട വന്നതും. ഇതുവരെ അതൊന്നും ഇല്ലായിരുന്നു. പിന്നെ അവിടേക്കൊരു ഗ്ലാസ് ബ്രിഡ്ജിക്കുള്ള നടപ്പാത, പാലം, അതൊക്കെ ഇപ്പം ഉണ്ടാക്കിയതാണ് കേട്ടോ. അതുവരെ അതൊന്നും ഇല്ലായിരുന്നു. ഒക്കെ ഒന്നും റെഡിയാക്കിയിട്ടില്ലായിരുന്നു. കാരണം ഇനിയും ചാൻസ് ഉണ്ടായതുകൊണ്ട്, വീഴാൻ ചാൻസ് ഉണ്ടായതുകൊണ്ട് ഒന്നും റെഡിയാക്കിയിട്ട് ഇപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജ് തുറന്നുകൊണ്ട് അവിടേക്ക് വരാനൊരു പാലം വന്നിട്ടുണ്ട്. ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കൊണ്ടുപോകാൻ ജീപ്പുണ്ട് അവിടെ. ആ ജീപ്പ് ഒക്കെ ഇപ്പോൾ വന്നതാണ്. ഇപ്പോൾ വന്ന ഫെസിലിറ്റീസും കാര്യങ്ങളാണ് അതൊക്കെ. ഇതുവരെ അതൊന്നും തുറന്നിട്ടില്ലാത്തതുകൊണ്ട് അതൊന്നും ഇല്ലായിരുന്നു. പിന്നെ അവിടുത്തെ കുട്ടികൾ തന്നെ നടത്തുന്ന ഉപ്പിലിട്ട കട ഉണ്ട്. പിന്നെ ഐസ്ക്രീമുണ്ട്, ഐസ്ക്രീമിൻ്റെ കട ഉണ്ട്. പിന്നെ ആ ഭാഗത്ത് ചെറിയ ചെറിയ കടകൾ കാര്യങ്ങൾ 2-3 നമ്മളെന്താ പറയുക, വലിയ കടയല്ല, തട്ടുകട പോലത്തെ ചെറിയ ചെറിയ കടകളില്ല, അങ്ങനത്തെ കടകളാണ് ഉള്ളത്. ഇതാണ് ചൂരൽമല അപകടം നടന്ന സ്ഥലം. ഒരുപാട് കല്ലുകളും എന്താ പറയുക, വലിയ വലിയ പാറകളും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. ഈ കണ്ടില്ലേ, ഈ പാലമൊക്കെ അതൊക്കെ ഇപ്പം ഉണ്ടാക്കിയതാണെന്ന് അവർ പറഞ്ഞത്. ഇവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ പാലം ഒക്കെ ഇപ്പം ഉണ്ടാക്കിയതാണ് ഇവിടെ ഉള്ളത്. അതാ ഇവിടെ ഉണ്ട് ചെറിയ കട, ആ കടയൊക്കെ ഇപ്പം ഉണ്ടാക്കിയതാണെന്നാണ് പറഞ്ഞത്. ഇവിടെ ഉള്ള ഈ ജീപ്പ് ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോകുമ്പോൾ നമ്മൾ ആ ജീപ്പിലാണ് കയറി പോകൽ. ആ ജീപ്പിലുള്ള ഒരാൾ പറഞ്ഞതാണ് ഇതൊക്കെ. പിന്നെ ഞങ്ങൾ കൂടെ വന്നവരുടെ ഫ്രണ്ടാണ് ഈ പറഞ്ഞത്. ഈ കടയൊക്കെ ഇവിടെയുള്ള ഇവിടുത്തെ കുട്ടികൾ നടത്തുന്ന കടയാണെന്നാണ് പറഞ്ഞത്. അതാ കണ്ടതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു വിങ്ങലാണ്. ഇവിടെയുള്ള കുറച്ച് വിഷ്വൽസ് കാണാം.
നേരെ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജേക്ക് കാണാനാണ് പോയത്. ഞങ്ങളുടെ കൂടെയുള്ള ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഒരു ഫ്രണ്ടിൻ്റെ കൂടെ അവിടെ ജീപ്പ് ഓടിക്കണപ്പോൾ അവർ സൗദിയിലാണ്. ഇപ്പോൾ ലീവിന് വന്നിട്ട് ഇവിടെ ജീപ്പ് ഓടിക്കുകയാണ് ഗ്ലാസ് ബ്രിഡ്ജിക്കുള്ള. അപ്പോൾ അവരുടെ കൂടെയാണ് നമ്മൾ വന്നത്. അപ്പോൾ നേരെ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിലേക്കാണ് പോകുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഓരോ വീട്ടിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. ഈ പറഞ്ഞ ഓരോ വീടൊക്കെ ഒഴിഞ്ഞ് പോകണമെന്നാണ് പറഞ്ഞത്. ഇവിടുന്ന് കുറച്ചുണ്ട്, എന്നാലും കുറച്ച് ദൂരമുണ്ട്. എന്നാലും ആ മല ഇനിയും പൊട്ടി വീഴാൻ ചാൻസ് ഉണ്ടായതുകൊണ്ട് ഇവരോടൊക്കെ ഒഴിഞ്ഞ് പോകാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വണ്ടി നിർത്തിയപ്പോൾ ഇവിടെ തേയിലത്തോട്ടം കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു തന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഇവിടുന്ന് 2-3-4 ഫോട്ടോസൊക്കെ എടുത്ത് അതാ കാണുന്നത് ആ ലൈറ്റ്, അതാണ് കേട്ടോ ഗ്ലാസ് ബ്രിഡ്ജ്. അപ്പോൾ ഇവിടെ നിർത്തിയതിന് ശേഷം കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പോണ ഫോട്ടോസും എന്താ പറയുക, തേയിലത്തോട്ടത്തിൽ നിന്ന് 2-3 ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നേരെ ഗ്ലാസ് ബ്രിഡ്ജിൽ നടക്കട്ടെ. അവിടുന്ന് എന്താ പറയുക, സമയമായിക്കൂടെ ലേറ്റായി. നമ്മൾ എത്തിയപ്പോൾ ഒരു 5:30-5:45 ആയി. അപ്പോൾ അവിടെ പൂട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരെ പരിചയം ഉണ്ടായതുകൊണ്ട് നമുക്ക് വേണ്ടിയിട്ടൊന്ന് തുറന്നു. 2-3 ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ടൈമൊക്കെ കഴിഞ്ഞായിരുന്നു. സ്റ്റാർട്ടിങ് ഇല്ല, ക്ലോസിങ് 5 മണിയായാൽ ക്ലോസിങ് ആവും. അങ്ങനെ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറുകയാണ്. ഞാൻ വയനാട്ടിൽ വന്നിട്ട് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അവിടേക്ക് പോയിട്ടില്ല കേട്ടോ, ഫസ്റ്റ് ടൈമാണ്. സൂപ്പറായിരുന്നു. അവിടെ എത്തി ലാസ്റ്റ് എത്തുമ്പോഴുള്ള വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ.
കൊണ്ടാക്കി തന്നായിരുന്നു. അതിന് ശേഷം നമ്മളെ വണ്ടിയിലാണ് പോയത്. രാത്രി നല്ല ലേറ്റായിരുന്നു, ഒരു 7 മണി 7:30 ആയിരുന്നു. അപ്പോൾ രാത്രി അവിടെ നിന്ന് നമ്മൾ എത്തുമ്പോൾ ഒരു ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കഴിച്ചിട്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നു, ചായ, ബജ്ജി, മുളക് ബജ്ജിയും എഗ്ഗ് ബജ്ജിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെയാണ് ഇവരൊക്കെ പോയത് ഈവനിങ് ടീ കുടിച്ചിട്ടാണ്. ഇവരോട് പോയിട്ട് എന്താ പറയുക, പത്തിരി ഉണ്ടായിരുന്നു, പൊറോട്ട ഉണ്ടായിരുന്നു, എന്താ പൂരി ഉണ്ടായിരുന്നു, ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു, ചായ ഉണ്ടായിരുന്നു. ഇതൊക്കെ ആയിരുന്നു കേട്ടോ അവിടുത്തെ ഫുഡ്. ഞാനതിൽ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.